ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ കാമാണ്, വൈസാണ്, ഒരു ഇൻഡിവിജ്വൽ നേച്ചറാണ്, ഇൻഡിപെൻഡൻറ്റും ആണ്. ഇമോഷണലി ഇവർ സ്റ്റേബിൾ ആണ്. പക്ഷെ പലപ്പോഴും കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. ലൈഫ് ജനറലി നിങ്ങൾക്ക് സ്റ്റഡി തന്നെയാണ്. അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ വലിയൊരു ഡൗൺഫാളിൽ നിങ്ങൾ എപ്പോഴും പോകാറുമുണ്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ എങ്ങനെയാണ് സാധാരണ വർക്ക് ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും ഒക്ടോബറിലും എന്തായാലും ഉണ്ടാവുക. വലിയ വ്യത്യാസം എന്തായാലും ഉണ്ടാവില്ല. സ്ട്രെസ് ഉണ്ടാവും, പക്ഷെ അത് നിങ്ങളായിട്ട് തന്നെ മാനേജ് എന്തായാലും ചെയ്യുക തന്നെ വേണം. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നല്ല സ്ട്രെസ് ഉണ്ടായപ്പോൾ നിങ്ങൾ എന്താണ് ഒരു പ്ലാൻ ചെയ്തത്, ആ പ്ലാനിനെ ഒന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് റിസർച്ച് ചെയ്യണം, ഒരുപാട് ബ്രേക്ക് ചെയ്യരുത്. ഡിസ്ട്രാക്ഷൻ പരമാവധി ഒഴിവാക്കിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. കരിയർപരമായിട്ട് ഒക്ടോബറിൽ ഒരു പുതിയ പ്രമോഷൻ ഉണ്ടാവും, പക്ഷെ അത് വലിയ കാര്യമൊന്നുമില്ല. അതൊരു വെയിറ്റ് കൂടുന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും എന്തായാലും നിങ്ങൾക്ക് ചെയ്യുകയില്ല. ബിസിനസ് പരമായിട്ട് ഡീല് ക്ലോസ് ആവാൻ സാധ്യതയുണ്ട്, പക്ഷെ കറക്റ്റ് പ്ലാനിങ് നിങ്ങൾക്ക് പലപ്പോഴും ഇല്ലാതെ ഇപ്പോൾ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിലൊരു പ്രശ്നം എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് വല്ല ആവശ്യമുണ്ടെങ്കിൽ, പാർട്ട്ണറുടെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ അവരുടെ അടുത്ത് മടിക്കരുത്. കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കറക്റ്റ് സൊല്യൂഷൻ എന്തായാലും നിങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതാണ്. പ്രണയത്തിൽ ഇമോഷണലി മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഞാൻ ശരിയാണ്, ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റില്ല, ഞാൻ സത്യസന്ധനാണ് എന്ന് നിങ്ങൾ തെളിയിക്കാൻ അവിടെ നിൽക്കരുത്. അതെന്തായാലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിൽ നിൽക്കുക, അതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുക. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാരീഡ് ലൈഫിലും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതില്ലെങ്കിൽ അതും ഒക്ടോബർ മാസത്തിൽ കുറച്ച് നന്നല്ലാത്ത രീതിയിൽ തന്നെ പോവും. ഇൻകം എന്തായാലും സ്റ്റഡി ആയിരിക്കും. എക്സ്പെൻസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും എന്തായാലും കഴിയുകയും ചെയ്യും. പക്ഷെ എന്തായാലും നിങ്ങൾ വല്ലതൊക്കെ ലക്ഷറി ഐറ്റംസ് വാങ്ങിക്കൂട്ടിയിട്ട് ആ പൈസ എന്തായാലും പോവും. ഒക്ടോബർ ഒരു 20-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ 10 പൈസ ഉണ്ടാവാൻ സാധ്യത ഇല്ല. സേവിങ്സിൽ കുറച്ച് ശ്രദ്ധിക്കണം. ഗ്രാജ്വലി എന്തായാലും ആരോഗ്യത്തിനും വലിയ പ്രശ്നങ്ങളൊന്നും ഒക്ടോബറിൽ എന്തായാലും ഇല്ല.